അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാറിന്റെ കൂടെ നിന്നതല്ലേ? ഇനിയും മറ്റു പലതും അറിയാം. പക്ഷേ പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കാറില്ല. എന്തായാലും ഈ അഗ്രിമെന്റ് ഞാൻ എന്റെ വക്കീലിന്റെ നിന്ന് കൊടുത്തു നോക്കട്ടെ. ഇതിലെന്തെങ്കിലും ചതി ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ വിലങ്ങ് വീഴും. അപ്പോ ശരി മാഡം, പോട്ടെ. ഒരു കാര്യം പറയാൻ മറന്നു. നിങ്ങൾക്ക് ഇതുവരെ അറിയാത്തൊരു രഹസ്യം കൂടി എനിക്കറിയാം. നിങ്ങളുടെ ആജന്മ ശത്രു അർച്ചന, അവരിപ്പോ എവിടെ ഉണ്ടെന്ന്. സച്ചി ഇപ്പോഴും അവളെ അന്വേഷിച്ചടക്കുക. അവനോട് പോലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. എവിടെ അർച്ചന? എവിടെയുണ്ട്? പറ രാജീവ്. തിരക്ക് കൂട്ടാതെ ആദ്യം ഞാൻ ഈ ഡോക്യുമെന്റ് ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അർച്ചന എവിടെ ഉണ്ടെന്ന് പറയണോ അതോ മേഡം ജയിലിനകത്ത് കിടക്കണോന്ന്? എങ്ങനെയുണ്ട്? മോൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ അമ്മേ. എനിക്കൊരു സാധാരണ സാരി മാത്രം മതി. അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊരു ചടങ്ങല്ലേ, അതിന് അതിന്റേതായ രീതി തന്നെ വേണം. ഈ ഒരു ചടങ്ങിന്റെ തന്നെ ആവശ്യമില്ലായിരുന്നു. അതല്ല മോളെ, പുതിയൊരു ജീവിതം തുടങ്ങുമ്പോ ഇങ്ങനെ തന്നെ വേണം. എങ്കിലേ അതിനൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവും. അതിന് ഇത് പുതിയ ജീവിതമല്ലല്ലോ. ഞങ്ങളിപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ. പിന്നെന്താ അമ്മ പുതിയ ജീവിതം എന്നൊക്കെ പറഞ്ഞ്? അതെ അതെ അതെ. എന്നാലും ഇതൊരു ചടങ്ങല്ലേ. ആ ചടങ്ങ് കഴിഞ്ഞ അതൊരു പുതിയ ജീവിതമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നോക്കി, അമ്മ ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്തതാ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ എന്റെ ദേഹത്തുള്ള ആഭരണങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ ധരിക്കില്ല. മോളെ, ഗോകുലിന്റെ മനസ്സിലും കാണില്ലേ ചില ആഗ്രഹങ്ങൾ. അവന്റെ ആഗ്രഹം കൂടി നമ്മൾ നോക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും വേണം. പഴയതെല്ലാം പോട്ട് സമൃദ്ധേ, നമുക്കിനി പുതിയത് മതി. ഞാൻ ഈ വീട്ടിൽ മരുമനായി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കല്യാണമാണ്. അപ്പോ ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. നല്ല പട്ടുസാരി, ആഭരണങ്ങളും എല്ലാം വേണം. ഇതെങ്ങനെയുണ്ട് മോളെ? ഇത് ഗോകുലിന്റെ മാത്രം സെലക്ഷനാ. മറ്റെന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ഈ താലിമാല അവ മോളുടെ കഴുത്തിൽ കെട്ടിയേ പറ്റൂ. പഴയത് നമുക്കങ്ങ് ഊരി വെക്കാം. അത് കൊളുത്തു പൊട്ടിയതല്ലേ. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് നാളെ ഈ മാലയും താലിയും ഇടാം. അതെ അതെ, പഴയതെല്ലാം മാറ്റിവെക്കുന്നതാ നല്ലത്. ഇനിയെല്ലാം പുതിയത് മതി. ഗോകുലിത് നിന്റെ കഴുത്തിൽ കെട്ടാനുള്ള വലിയ ആഗ്രഹത്തോടെ വാങ്ങിയതാ. ഇതിലിത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അമ്പലത്തിൽ കൊടുത്ത് ഒന്ന് പൂജിച്ചാ മാത്രം മതി. നിങ്ങൾ പറയുന്നത് ബാക്കി എന്തും ഞാൻ ചെയ്യാം. വേണമെങ്കിൽ ഈ സാരിയും മറ്റാഭരണങ്ങളും ഒക്കെ ധരിക്കാം. പക്ഷേ ഈ താലിമാല ഇതെന്റെ കഴുത്തിൽ നിന്ന് ഊരാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കൽ കെട്ടിയ താലിമാല വീണ്ടും അഴിച്ചു കെട്ടുന്നത് മഹാപാപം.
അമ്മേ, ഇത് വെറും സ്വർണ്ണമല്ല, എന്റെ പ്രാണനാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ശരി, വെക്കട്ടെ. അളിയ ഇവിടെ ഇരിക്കായിരുന്നു. അളിയാ, അളിയനും അമ്മയും കൂടെ ഇന്ന് ഡ്രസ് ഓർണമെന്റ്സ് കൊടുക്കാൻ പോയിരുന്നല്ലേ? ആ ജ്വല്ലറിയുടെ മാനേജർ എന്നോട് പറഞ്ഞു. നിങ്ങൾ അവിടെ നിന്ന് പോയെന്ന് പിന്നാലെ ഞാനും ആ ജ്വല്ലറി പോയിരുന്നു. അളിയൻ ശിശിരയ്ക്കൊന്നും വാങ്ങിച്ചില്ലല്ലേ? മോശമായി പോളെ. അതെ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമ. ഓ അളിയ പോവല്ലളിയാ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാണ്ടളിയാ. ആളിയം പറഞ്ഞ ശരിയാ, ഞാൻ ആ കടമ അങ്ങ് നിർവഹിച്ചു. അവക്ക് നല്ല 2 വള വാങ്ങി, കാശം നോക്കില്ല. എല്ലാം കൂടി ഒരു 4 ലക്ഷം രൂപയോളം വരും. അളി ഈ ബില്ലൊന്ന് നോക്കി. സ്വർണത്തിനൊക്കെ ഇപ്പൊ തൊട്ടാപ്പൊള്ളുന്ന വിലയാ. അളിയ നോക്കളിയാ. കഴിഞ്ഞ തവണ കസ്റ്റംസുകാരെ പിടിച്ച ആ ജ്വല്ലറിക്കാരുടെ സ്വർണം അളിയനാണ് കോടതിയിൽ നിന്ന് ഇറക്കി കൊടുത്തതെന്ന് എനിക്കറിയാം. അതിന് അല്ല, അത് എത്ര കോടിയുടെ ഉണ്ടെന്നും അതും എനിക്കറിയാം. അതുകൊണ്ടെന്താ? അത് നിയമപരമായിട്ട് അവർക്ക് കിട്ടേണ്ട സ്വർണമാ. അല്ലാതെ എനിക്ക് കമ്മീഷൻ തരാൻ മാത്രം അതിൽ നിയമവിരുദ്ധമായിട്ട് ഒന്നുമില്ല. എങ്ങനെയായാലും അളിയൻ അത് ഇറക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഗുണമായി.